പ്രിയ വിദ്യാർത്ഥികളെ, ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ബിസിനസ് സ്ഥാപനം അതിൻ്റെ ഫിനാൻഷ്യൽ റിസൾട്ടും ഫിനാൻഷ്യൽ പൊസിഷനും കണ്ടെത്തുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കാനുള്ള ഒരു ഇലിസ്ട്രേഷനാണ് ഇന്ന് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇലിസ്ട്രേഷൻ നമുക്ക് തുടങ്ങാം. ഫ്രം ദ ഫോളോയിങ് ട്രയൽ ബാലൻസ് ഓഫ് അമൃത് രാജ്, prepare a trading and profit and loss account for the year ended 31st March 2020 and a balance sheet as on that date. 2020 മാർച്ച് 31 അവസാനിക്കുന്ന ഫിനാൻഷ്യൽ ഇയറിലെ ട്രയൽ ബാലൻസും അഡീഷണൽ ഇൻഫർമേഷൻസും ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇത് മൂന്നുമാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ആദ്യം ട്രയൽ ബാലൻസിലെ ഓരോ ഐറ്റങ്ങളും ട്രേഡിംഗ് അക്കൗണ്ടിലാണോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണോ, ബാലൻസ് ഷീറ്റിലാണോ രേഖപ്പെടുത്തേണ്ടത് എന്ന് നോക്കാം. ഫസ്റ്റ് ഐറ്റം ക്യാപിറ്റൽ ബാലൻസ് ആണ്. ക്യാപിറ്റൽ ബാലൻസ് തന്നിട്ടുള്ള 25,000 ആണ്. ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന ഐറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി ബി എന്നാണ് കൊടുക്കുന്നത്. ദെൻ സെക്കൻഡ് ഐറ്റം ബിൽഡിംഗ്, ഫിക്സഡ് അസറ്റ് ആണ്. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത്. ദെൻ ഫർണിച്ചർ, ഫിക്സഡ് അസറ്റ് ആണ്. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. ദെൻ സ്കൂട്ടർ, അതും ഫിക്സഡ് അസറ്റ് ആണ്. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത്. ദെൻ റിട്ടേൺ ഇൻവേർഡ് ആൻഡ് റിട്ടേൺ ഔട്ട്വേർഡ്, അതിന് നേരെ രണ്ട് എമൗണ്ട് കോളത്തിലും എമൗണ്ടുകളും തന്നിട്ടുണ്ട്. റിട്ടേൺ ഇൻവേർഡ് എന്ന് പറയുമ്പോൾ സെയിൽസ് റിട്ടേൺ ആണ്. റിട്ടേൺ ഔട്ട്വേർഡ് എന്ന് പറയുമ്പോൾ പർച്ചേസ് റിട്ടേൺ ആണ്. സപ്ലയർക്ക് അങ്ങോട്ട് കൊടുക്കുന്നതാണ് റിട്ടേൺ ഔട്ട്വേർഡ്, പർച്ചേസ് റിട്ടേൺ. കസ്റ്റമേഴ്സ് തിരിച്ച് നമുക്ക് സാധനങ്ങൾ തരികയാണെങ്കിൽ അത് റിട്ടേൺ ഇൻവേർഡ്സ് ആണ്, അതല്ലെങ്കിൽ സെയിൽസ് റിട്ടേൺ ആണ്. ഇതിൽ ഏത് എമൗണ്ട് ആണ് സെയിൽസ് റിട്ടേൺ, ഏത് എമൗണ്ട് ആണ് പർച്ചേസ് റിട്ടേൺ എന്ന് എങ്ങനെ തിരിച്ചറിയും? നമുക്കറിയാം, പർച്ചേസ് റിട്ടേൺ അക്കൗണ്ടിന് എപ്പോഴും ക്രെഡിറ്റ് ആണ് വരിക. സപ്ലയർക്ക് സാധനങ്ങൾ തിരിച്ചു കൊടുക്കുമ്പോൾ സപ്ലയർ അക്കൗണ്ടിന് ഡെബിറ്റ്, പർച്ചേസ് റിട്ടേൺ അക്കൗണ്ടിന് ക്രെഡിറ്റ്. ഇപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് വരുന്ന ഒരു അക്കൗണ്ടാണ് പർച്ചേസ് റിട്ടേൺ. അപ്പോൾ ഇതിലെ പർച്ചേസ് റിട്ടേൺ ഏതാണ്? 1,600 ആണ് പർച്ചേസ് റിട്ടേൺ. ദെൻ സെയിൽസ് റിട്ടേൺ എപ്പോഴും ഡെബിറ്റ് ആണ് വരിക. കസ്റ്റമേഴ്സ് സാധനങ്ങൾ തിരിച്ചു തരുന്ന സമയത്ത് സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും, കസ്റ്റമറുടെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആണ് വരുന്നത്. ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടുകളാണ് ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ റിട്ടേൺ ഇൻവേർഡ്സിൻ്റെ എമൗണ്ട് ആണ് 2,300. ഇത് രണ്ടും കാണിക്കേണ്ടത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. ട്രേഡിംഗ് അക്കൗണ്ടിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ടി എന്ന് രേഖപ്പെടുത്തുന്നത്. ദെൻ സ്റ്റോക്ക് ഓൺ 1 April 2019, ഈ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്ന സമയത്തുള്ള സ്റ്റോക്കാണ്. എമൗണ്ട് 8,000 ട്രേഡിംഗ് അക്കൗണ്ടിൽ ഫസ്റ്റ് ആയിട്ട് ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. ദെൻ പർച്ചേസസ് ആൻഡ് സെയിൽസ്, ഇപ്പോൾ പർച്ചേസ് റിട്ടേണും സെയിൽസ് റിട്ടേണും തന്നതുപോലെ തന്നെയാണ് പർച്ചേസും സെയിൽസും ഒരുമിച്ചാണ് തന്നിട്ടുള്ളത്. ഇപ്പോൾ പർച്ചേസ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആണ് വരിക. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പർച്ചേസ് അക്കൗണ്ടിന് ഡെബിറ്റ് ആണ് ചെയ്യാറുള്ളത്. പർച്ചേസ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് വരും. 33,800 ആണ് പർച്ചേസിൻ്റെ എമൗണ്ട്. ഇപ്പോൾ ക്യാഷ് സെയിൽസ് ആണെങ്കിലും ക്രെഡിറ്റ് സെയിൽസ് ആണെങ്കിലും നമ്മൾ സെയിൽസ് അക്കൗണ്ടിനെയാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് വരുന്ന ഒരു അക്കൗണ്ടാണ്. അതുകൊണ്ട് ഇതിൽ 56,000 ആണ് സെയിൽസിന് റെപ്രസെൻ്റ് ചെയ്യുന്ന എമൗണ്ട്. ഇപ്പോൾ 33,800 പർച്ചേസ് ആണ്, 56,000 സെയിൽസ് ആണ്. അപ്പോൾ പർച്ചേസും സെയിൽസും കാണിക്കേണ്ടത് എവിടെയാണ്? ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. ദെൻ ബാഡ് ഡെപ്റ്റ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്ന അക്കൗണ്ടുകളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് പി എന്ന് രേഖപ്പെടുത്തുന്നത്. ദെൻ കാരേജ് ഇൻവേർഡ്, ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്തുള്ള എക്സ്പെൻസ് ആണ്. ഇറ്റ് ഈസ് ഡെബിറ്റഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. ദെൻ ജനറൽ എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ദെൻ ബാങ്ക് ലോൺ, ഇറ്റ് ഈസ് എ ലയബിലിറ്റി, ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ലോണിന് ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ദെൻ ഇൻഷുറൻസ് ആൻഡ് ടാക്സസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. സാലറി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റ് ആണ്, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത്. ദെൻ ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്, ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സും ഒരുമിച്ചാണ് തന്നിട്ടുള്ളത്.
ഇതിലേതാണ് ഡെറ്റേഴ്സ് ഏതാണ് ക്രെഡിറ്റേഴ്സ് എന്ന് നമ്മൾ കണ്ടെത്തണം. ഡെറ്റേഴ്സിന് ഡെബിറ്റ് ബാലൻസ് ആണ് വരിക. ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് അസറ്റാണ്. അസറ്റ് അക്കൗണ്ടുകൾക്ക് ഡെബിറ്റ് ബാലൻസ് ആണ് വരിക. ഇതിൽ ഡെബിറ്റ് ബാലൻസ് വരുന്ന എമൗണ്ട് ആണ് 3000. അപ്പോൾ ഡെറ്റേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന എമൗണ്ട് 3000 ആണ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ലയബിലിറ്റി ആണ്. ലയബിലിറ്റി അക്കൗണ്ടുകൾക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ് സാധാരണ വരുന്നത്. ഇപ്പോൾ ക്രെഡിറ്റേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ് 8000. ഇത് രണ്ടും കാണിക്കേണ്ടത് എവിടെയാണ്? ബാലൻസ് ഷീറ്റിലാണ് കാണിക്കേണ്ടത്. ദെൻ കമ്മീഷൻ. കമ്മീഷൻ്റെ എമൗണ്ട് തന്നിരിക്കുന്നത് ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിലാണ്. ഇപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഒരു അക്കൗണ്ടാണ് കമ്മീഷൻ. ഇൻകങ്ങൾക്കാണ് ക്രെഡിറ്റ് ബാലൻസ് വരുന്നത്. ഈ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഇൻകാണ്. കാരണം അതിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് തന്നിട്ടുള്ളത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ റെന്റ് റിസീവ്ഡ്. റെന്റ് നമുക്ക് റിസീവ് ചെയ്തു, ഇൻഡയറക്റ്റ് ഇൻകാണ്. കമ്മീഷനും ഇൻഡയറക്റ്റ് ഇൻകാണ്. അതുപോലെ തന്നെ റെന്റ് റിസീവ്ഡും ഇൻഡയറക്റ്റ് ഇൻകാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ഇത്രയും ഐറ്റങ്ങളാണ് ട്രയൽ ബാലൻസിൽ വരുന്നത്. ഇനി ഓരോ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്ക് പരിശോധിക്കാം. ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ഓൺ 31 March 2020 വാസ് ₹4,340. 4340 രൂപയാണ് ഈ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ ആയിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ട്രയൽ ബാലൻസിൽ വരുന്ന ഐറ്റങ്ങളെല്ലാം ട്രേഡിംഗ് അക്കൗണ്ടിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ ബാലൻസ് ഷീറ്റിലോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് രേഖപ്പെടുത്തിയാൽ മതി. അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്ന ഐറ്റങ്ങളെല്ലാം 2 സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തണം. അങ്ങനെ വരുമ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലും രേഖപ്പെടുത്തണം. കമ്മീഷൻ ഇൻക്ലൂഡ് ₹300 ബീയിങ് കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഈ വർഷം നമുക്ക് കിട്ടിയ കമ്മീഷനിൽ 300 രൂപ അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തതാണ്. അങ്ങനെ വരുമ്പോൾ ഈ 300 രൂപ അടുത്ത വർഷം കിട്ടേണ്ട ഒരു കമ്മീഷനാണ്. അത് ഈ വർഷം തന്നെ അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തതാണ്. ഈ വർഷം നമുക്ക് കിട്ടിയ കമ്മീഷൻ എത്രയാണ്? ട്രയൽ ബാലൻസിൽ താഴെ റെന്റ് റിസീവ്ഡിൻ്റെ തൊട്ട് മുകളിലായിട്ട് കാണിക്കുന്നുണ്ട് കമ്മീഷൻ. 900 rupees ഈ വർഷം കിട്ടിയിട്ടുള്ളത്. അതിൽ 300 രൂപ അഡ്വാൻസ് റിസീവ്ഡ് ആണ്. അപ്പോൾ ഈ വർഷത്തെ ഇൻകം എന്ന് പറയുന്നത് 600 ആണ്. 900-ൽ നിന്ന് 300 രൂപ ലെസ് ചെയ്യണം. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ലയബിലിറ്റി. ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്ന സമയത്ത് അതിൻ്റെ ലയബിലിറ്റി സൈഡിലും രേഖപ്പെടുത്തണം. അടുത്ത അഡ്ജസ്റ്റ്മെൻ്റ് ആണ് സാലറീസ് ഹാവ് ബീൻ പെയ്ഡ് ഫോർ 11 months. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 12 മാസങ്ങളാണ് വരുന്നത്. ഇതിൽ പറയുന്നത് ഈ ഫിനാൻഷ്യൽ ഇയറിൽ 11 മാസത്തെ സാലറി മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവർ കൊടുത്തിട്ടുള്ള സാലറി എത്രയാണ്? സാലറി ₹4,400. 4400 രൂപയാണ് ഈ ഫിനാൻഷ്യൽ ഇയറിലെ ടോട്ടൽ സാലറി പെയ്ഡ്. ഇറ്റ് ഈസ് ഫോർ 11 months. 11 മാസത്തേക്കുള്ള സാലറിയാണ് 4400. 12 മാസത്തെ സാലറിയാണ് ഒരു വർഷത്തിൽ എക്സ്പെൻസ് ആയിട്ട് രേഖപ്പെടുത്തേണ്ടത്. കൊടുത്തതും ഇനി കൊടുക്കാനുള്ള ഒരു മാസത്തെ സാലറി കൂടി ഈ ഫിനാൻഷ്യൽ ഇയറിലെ എക്സ്പെൻസ് ആയിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ നമ്മൾ ഒരു മാസത്തെ സാലറി എത്രയാണെന്ന് കണ്ടെത്തണം. 11 മാസത്തെ സാലറി 4400 ആണെങ്കിൽ ഒരു മാസത്തെ സാലറി 400 രൂപയാണ് വരുന്നത്. 4400 ഡിവൈഡഡ് ബൈ 11. അങ്ങനെ വരുമ്പോൾ 400 രൂപ ഔട്ട്സ്റ്റാൻഡിങ് സാലറിയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ സാലറി അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്ന സമയത്ത് അതിനോട് കൂടെ ആഡ് ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലും രേഖപ്പെടുത്തണം. ബാങ്ക് ലോൺ ഹാസ് ബീൻ ടേക്കൺ അറ്റ് 10% പെർ ആനം ഇൻട്രസ്റ്റ്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. അതിനൊരു വർഷം നമ്മൾ കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10% ആണ്. നമ്മൾ എത്ര രൂപയാണ് ലോൺ എടുത്തിട്ടുള്ളത്? 5000 rupees ആണ് ഈ വർഷം നമ്മൾ എടുത്തിട്ടുള്ള ലോണ്. ദെൻ ഇതിന് ഈ വർഷം കൊടുത്ത ഇൻട്രസ്റ്റ് എത്രയാണ്? അതിന് തൊട്ട് താഴെ പറയുന്നുണ്ട് ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോൺ 400. 5000 രൂപയാണ് നമ്മുടെ ഈ വർഷത്തെ ലോണ്. 10% ഇൻട്രസ്റ്റ് ആണ് വരുന്നത്. 400 രൂപ ഈ വർഷം ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. എത്രയാണ് ശരിക്കും വരേണ്ട ഇൻട്രസ്റ്റ് എത്രയാണ്? 5000 rupeesൻ്റെ 10% ഇൻട്രസ്റ്റ് ആണെങ്കിൽ 500 rupees ആണ് ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് ആയിട്ട് വരേണ്ടത്. അതിൽ 400 രൂപയാണ് ഈ വർഷം നമ്മൾ പേയ്മെൻറ്റ് നടത്തിയത്. അങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇനിയും 100 രൂപ ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കാനുണ്ട്. 500 രൂപയാണ് ടോട്ടൽ ഇൻട്രസ്റ്റ് വരുന്നത്. 5000ൻ്റെ 10%. അതിൽ 400 രൂപ ഈ വർഷം പേയ്മെൻറ്റ് നടത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനിയും 100 രൂപ ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ഡെബിറ്റ് ചെയ്യുന്ന സമയത്ത് 400 രൂപ ഡെബിറ്റ് ചെയ്യുമ്പോൾ അതിനോടുകൂടെ 100 രൂപ ആഡ് ചെയ്യണം. ദെൻ ഇങ്ങനെ കൊടുക്കാനുള്ളത് നമ്മുടെ ബാങ്ക് ലോൺ എമൗണ്ട് വർദ്ധിപ്പിക്കും. ഇപ്പോൾ ബാലൻസ് ഷീറ്റ് ചെയ്യുന്ന സമയത്ത്
ബാങ്ക് ലോണിനോട് കൂടെ ഈ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് കൂടി നമ്മൾ കൂട്ടി എഴുതണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതണം, ബാലൻസ് ഷീറ്റിലും രേഖപ്പെടുത്തണം. ദെൻ ഡിപ്രീഷിയേറ്റ് ബിൽഡിംഗ് ബൈ 10%. ബിൽഡിംഗ് എമൗണ്ട് വരുന്നത് 30,000 ആണ്. അതിൻ്റെ 10% ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം. 10% എന്ന് പറയുമ്പോൾ 3,000 റുപ്പീസാണ് ഡിപ്രീസിയേഷൻ വരിക. 30,000-ൻ്റെ 10%. ആ 3,000 രൂപ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ ഈ ബിൽഡിംഗ് കാണിക്കുന്ന സമയത്ത് ടോട്ടൽ എമൗണ്ടിൽ നിന്ന് ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറച്ച് ബാക്കിയാണ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതണം, ബാലൻസ് ഷീറ്റിലും രേഖപ്പെടുത്തണം. ദെൻ റിട്ടേൺ ഓഫ് ₹200 ഫർദർ ബാഡ് ഡെപ്റ്റ്. 200 രൂപ ഇനിയും ബാഡ് ഡെപ്റ്റ് റൈറ്റ് ഓഫ് ചെയ്യണം. അപ്പോൾ ആൾറെഡി ബാഡ് ഡെപ്റ്റ് റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. എത്രയാണ്? ട്രയൽ ബാലൻസിൽ പറയുന്നുണ്ട് ബാഡ് ഡെപ്റ്റ് ₹300. ഈ ഫിനാൻഷ്യൽ ഇയറിൽ 300 രൂപ ബാഡ് ഡെപ്റ്റ് നേരത്തെ റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ട്രയൽ ബാലൻസ് ഒക്കെ തയ്യാറാക്കിയതിന് ശേഷം വീണ്ടും അവർ ബാഡ് ഡെപ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തു. എത്രയാണ് എമൗണ്ട്? 200 റുപ്പീസാണ് ഇനിയും ബാഡ് ഡെപ്റ്റ് റൈറ്റ് ഓഫ് ചെയ്യേണ്ടത്. ഈ അഡീഷണൽ ബാഡ് ഡെപ്റ്റ്, അതിന് പറയുന്ന പേര് ഫർദർ ബാഡ് ഡെപ്റ്റ് എന്നാണ്. ഈ ഫർദർ ബാഡ് ഡെപ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. നേരത്തെ ഉള്ളൊരു ബാഡ് ഡെപ്റ്റ് ഉണ്ട്, ട്രയൽ ബാലൻസിനകത്തുള്ളൊരു ബാഡ് ഡെപ്റ്റ് ഉണ്ട്. അത് ഡെബിറ്റ് ചെയ്യുന്ന സമയത്ത് അതിനോട് കൂടെ ഫർദർ ബാഡ് ഡെപ്റ്റ് കൂടി നമ്മൾ ആഡ് ചെയ്യണം. ദെൻ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഡെറ്റേഴ്സിൽ നിന്ന് ഫർദർ ബാഡ് ഡെപ്റ്റ് മൈനസ് ചെയ്യണം. ഇതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഫർദർ ബാഡ് ഡെപ്റ്റ് ചെയ്യേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ബാഡ് ഡെപ്റ്റ് രേഖപ്പെടുത്തുന്ന സമയത്ത് ബാഡ് ഡെപ്റ്റ് ആൾറെഡി വരുന്നുണ്ട്. എത്രയാണ്? 300 ആണ്. ആ 300 റുപ്പീസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്ന സമയത്ത് അതിനോടുകൂടെ ഫർദർ ബാഡ് ഡെപ്റ്റ് 200 റുപ്പീസ് കൂടി ആഡ് ചെയ്ത് എഴുതണം. അതാണ് ഒന്നാമത്തെ ട്രീറ്റ്മെൻറ്റ്. ഇനി ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഡെറ്റേഴ്സിൽ നിന്ന് ഈ ഫർദർ ബാഡ് ഡെപ്റ്റ് കുറച്ച് എഴുതണം. എത്രയാണ് ഡെറ്റേഴ്സ് വരുന്നത്? 3,000 റുപ്പീസാണ് ഡെറ്റേഴ്സ് വരുന്നത്. അതിൽ നിന്ന് ഈ ഫർദർ ബാഡ് ഡെപ്റ്റ് മാത്രം ലെസ് ചെയ്യണം. റെന്റ് ₹260 സ്റ്റിൽ റിസീവബിൾ. ഈ വർഷം ഇനിയും 260 രൂപ റെന്റ് കിട്ടാനുണ്ട്. ഈ വർഷം നമുക്ക് എത്ര രൂപ റെന്റ് കിട്ടിയിട്ടുണ്ട്? ലാസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട് റെന്റ് റിസീവ്ഡ് 740. ഇപ്പോൾ 740 രൂപ ഈ വർഷം റെന്റ് റിസീവ് ചെയ്തിട്ടുണ്ട്. ഒരു ഇൻഡയറക്റ്റ് ഇൻകാണ്. അതിനോടുകൂടെ ഈ വർഷത്തെ റെൻ്റായിട്ട് 260 രൂപ നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ അക്രൂഡ് റെൻ്റാണ്. അത് ഈ വർഷത്തെ ഇൻകായിട്ടാണ് കണക്കാക്കേണ്ടത്. ദെൻ ഇങ്ങനെ കിട്ടാനുള്ളതിനെ നമുക്കൊരു അസറ്റായിട്ടും കണക്കാക്കണം. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ റെന്റ് റിസീവ്ഡ് രേഖപ്പെടുത്തുമ്പോൾ ആ 740 കൂടെ ഈ അഡീഷണൽ ആയിട്ട് വരുന്ന അക്രൂഡ് റെന്റ് 260 രൂപ ആഡ് ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ കിട്ടാനുള്ള എമൗണ്ടിനെ അസറ്റായിട്ടും കണക്കാക്കണം. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും രേഖപ്പെടുത്തണം. അപ്പോൾ ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കാം. ഇപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും വരുന്ന ഐറ്റംസ് മാത്രമാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. താഴെ അഡ്ജസ്റ്റ്മെൻറ്റുകളും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആദ്യം എഴുതേണ്ടത് ഏത് അക്കൗണ്ടാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് അക്കൗണ്ടാണ് ആദ്യം രേഖപ്പെടുത്തേണ്ടത്. ഇപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് പറയുന്നുണ്ട് സ്റ്റോക്ക് ഓൺ 1 April 2019 ₹8,000. ഓപ്പണിംഗ് സ്റ്റോക്ക് 8,000. ദെൻ ഇനി എഴുതേണ്ടത് പർച്ചേസസ് ആണ്. പർച്ചേസസ് വരുന്നത് 33,800 ആണ്. പർച്ചേസസിൽ നിന്ന് പർച്ചേസസ് റിട്ടേൺസ് കുറക്കണം. അതല്ലെങ്കിൽ റിട്ടേൺ ഔട്ട്വേർഡ്സ് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. റിട്ടേൺ ഔട്ട്വേർഡ് വരുന്നത് 1,600 ആണ്. പർച്ചേസിന് ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഡെബിറ്റ് കോളത്തിലുള്ള എമൗണ്ട് ആണ് പർച്ചേസ് ആയിട്ട് പരിഗണിക്കേണ്ടത് 33,800. പർച്ചേസ് റിട്ടേണിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് വരുന്നത് 1,600 ആണ്. പർച്ചേസ് റിട്ടേണിൻ്റെ എമൗണ്ട് ആയിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത്. പർച്ചേസസ് 33,800 ലെസ് പർച്ചേസസ് റിട്ടേൺസ് 1,600. നെറ്റ് പർച്ചേസ് വരുന്നത് 32,200. ഇനി ഏതൊക്കെ ഡയറക്റ്റ് എക്സ്പെൻസുകളാണ് വരുന്നതെന്ന് നോക്കാം. ഇനി വരുന്നത് ക്യാരേജ് ഇൻവേർഡ്സ് ₹700. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത് ക്യാരേജ് ഇൻവേർഡ് 700. ഇപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസുകളെല്ലാം രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് ആണ് രേഖപ്പെടുത്തേണ്ടത്. സെയിൽസിൻ്റെ എമൗണ്ട് വരുന്നത് 56,000 ആണ്. അതിൽ നിന്ന് സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്യണം 2,300. ക്രെഡിറ്റ് ബാലൻസ് വരുന്ന അക്കൗണ്ടാണ് സെയിൽസ്. അതുകൊണ്ടാണ് 56,000 സെയിൽസിൻ്റെ എമൗണ്ട് ആയിട്ട് പരിഗണിച്ചത്. ദെൻ ഡെബിറ്റ് ബാലൻസ് വരുന്ന അക്കൗണ്ടാണ് സെയിൽസ് റിട്ടേൺ അക്കൗണ്ട്. 2,300 ആണ് സെയിൽസ് റിട്ടേണിൻ്റെ എമൗണ്ട്. ആദ്യം സെയിൽസ് രേഖപ്പെടുത്തണം 56,000 ലെസ്
2300 സെയിൽസ് റിട്ടേൺ. നെറ്റ് സെയിൽസ് വരുന്നത് 53,700. അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്ന ക്ലോസിംഗ് സ്റ്റോക്കാണ് ഇനി ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ഐറ്റം. ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം ക്ലോസിംഗ് സ്റ്റോക്ക് 4,340. ഇപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്കുള്ള എല്ലാ അക്കൗണ്ടുകളും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ട്രേഡിംഗ് അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് ടോട്ടൽ കൂടുതൽ വരുന്നത്. എത്ര വരുന്നത്? 58,040. അത് ഡെബിറ്റ് സൈഡിലും രേഖപ്പെടുത്തി. അങ്ങനെ ടോട്ടലിൽ നിന്ന് ഡെബിറ്റ് സൈഡിലെ എമൗണ്ടുകളെല്ലാം മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 17,140. 17,140 രൂപയാണ് ബാലൻസ് കിട്ടുന്നത്. അതാണ് ഗ്രോസ് പ്രോഫിറ്റ്. ക്രെഡിറ്റ് സൈഡ് അതല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻകാണ് കൂടുതൽ വരുന്നത്. അതുകൊണ്ടാണ് നെറ്റ് പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ നെറ്റ് പ്രോഫിറ്റിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ബ്രോട്ട് ഡൗൺ ചെയ്യണം. 17,140. ഇനി ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ഡെബിറ്റ് ചെയ്യണം, ഇൻഡയറക്റ്റ് ഇൻകങ്ങൾ ക്രെഡിറ്റ് ചെയ്യണം. ഏതൊക്കെയാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ എന്ന് നോക്കാം. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റങ്ങൾക്കെല്ലാം പി എന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഐറ്റങ്ങൾ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഫസ്റ്റ് ഐറ്റം വരുന്നത് ബാഡ് ഡെപ്റ്റ് 300 റുപ്പീസ്. ബാഡ് ഡെപ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ അതിനൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഏതാണ് അഡ്ജസ്റ്റ്മെൻറ്റ്? ആറാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നുണ്ട് റൈറ്റ് ഓഫ് ₹200 ഫർദർ ബാഡ് ഡെപ്റ്റ്. 200 രൂപ അഡീഷണൽ ആയിട്ട് ബാഡ് ഡെപ്റ്റ് റൈറ്റ് ഓഫ് ചെയ്യണം. ഇപ്പോൾ ഡെബിറ്റ് സൈഡിൽ ആദ്യം ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ള എമൗണ്ട് രേഖപ്പെടുത്തണം. ദെൻ ആഡ് ഫർദർ ബാഡ് ഡെപ്റ്റ് ₹200. ടോട്ടൽ എമൗണ്ട് ആണ് ഡെബിറ്റ് ചെയ്യേണ്ടത് ₹500. ജനറൽ എക്സ്പെൻസസ് ₹1,200. അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും വരുന്നില്ല. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ജനറൽ എക്സ്പെൻസ് 1,200. ഇനി വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോൺ. ബാങ്ക് ലോണിന് ഈ വർഷം കൊടുത്തുള്ള ഇൻട്രസ്റ്റ് ആണ് 400. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതാണ്. നാലാമത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇവിടെ നമ്മൾ പരിഗണിക്കേണ്ടത്. ബാങ്ക് ലോൺ ഹാസ് ബീൻ ടേക്കൺ അറ്റ് 10% പെർ ആനം ഇൻട്രസ്റ്റ്. ഇപ്പോൾ ഒരു വർഷത്തേക്ക് 10% ഇൻട്രസ്റ്റ് റേറ്റിലാണ് ലോൺ എടുത്തിട്ടുള്ളത്. ലോൺ എമൗണ്ട് വരുന്നത് 5,000 റുപ്പീസാണ്. ഏറ്റവും താഴെ ബിൽഡിങ്ങിൻ്റെ തൊട്ട് മുകളിലായി എഴുതിയിട്ടുണ്ട് ലോൺ എമൗണ്ട് 5,000. അപ്പോൾ 5,000 രൂപക്ക് 10% ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഒരു വർഷത്തിൽ കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് 500 റുപ്പീസാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പേയ്മെൻറ്റ് നടത്തിയത് 400 ആണ്. അപ്പോൾ 100 രൂപ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ആ എമൗണ്ട് ഇൻട്രസ്റ്റ് എമൗണ്ടിനോട് കൂടെ കൂട്ടി എഴുതണം. ഇപ്പോൾ ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ലോണ് 400 അത് പെയ്ഡ് ആണ്. ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് 100, ടോട്ടൽ 500. അടുത്തത് വരുന്നത് ഇൻഷുറൻസ് ആൻഡ് ടാക്സസ്. അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും വരുന്നില്ല. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഇൻഷുറൻസ് ആൻഡ് ടാക്സസ് 4,500. ഇനി വരുന്നത് സാലറീസ്. സാലറിക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. താഴെ മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് സാലറീസ് ഹാവ് ബീൻ പെയ്ഡ് ഫോർ 11 മന്ത്സ്. 11 മാസത്തെ സാലറി മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അതിനർത്ഥം ഒരു മാസത്തെ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, ഇനിയും കൊടുക്കാനുണ്ട്. ആദ്യം പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ള സാലറി എഴുതി. ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി. 11 മാസത്തെ സാലറി 4,400 ആണെങ്കിൽ ഒരു മാസത്തെ സാലറി എത്ര വരും? 400 റുപ്പീസാണ് വരുന്നത്. ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി 400, ടോട്ടൽ 4,800. ദെൻ അടുത്ത ഐറ്റം വരുന്നത് കമ്മീഷൻ. കമ്മീഷന് ക്രെഡിറ്റ് ബാലൻസ് ആണ് എന്ന് പറയുമ്പോൾ അത് ഇൻഡയറക്റ്റ് ഇൻകാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. സെക്കൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് കമ്മീഷൻ ഇൻക്ലൂഡ് ₹300 ബീയിങ് കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അപ്പോൾ 900 രൂപയാണ് ഈ വർഷം കിട്ടിയിട്ടുള്ള കമ്മീഷൻ. അതിൽ 300 രൂപ അടുത്ത വർഷത്തേക്കുള്ളതാണ്. ഇപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ കമ്മീഷൻ എഴുതി. ലെസ് കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ₹300. അത് ഈ വർഷത്തിൽ നിന്ന് ഒഴിവാക്കണം. ഈ വർഷത്തെ ഇൻകത്തിൽ നിന്ന് ഒഴിവാക്കണം. അത് അടുത്ത വർഷമാണ് പരിഗണിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഈ വർഷത്തെ ഇൻകാണ് ₹600. ദെൻ ഇനി വരുന്നത് റെന്റ് റിസീവ്ഡ് ₹740. അതിനും അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ലാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് റെന്റ് ₹260 സ്റ്റിൽ റിസീവബിൾ. ഇനിയും ഈ വർഷം 260 രൂപ റെന്റ് കിട്ടാനുണ്ട്. ആ കിട്ടാനുള്ളത് അക്രൂഡ് റെൻ്റാണ്. അതെന്ത് ചെയ്യണം? ഈ വർഷം കിട്ടിയ റെന്റിനോട് കൂടെ ആഡ് ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ റെന്റ് റിസീവ്ഡ് എഴുതി. ആഡ് അക്രൂഡ് റെന്റ് 260, ടോട്ടൽ എമൗണ്ട് 1,000. ഇപ്പോൾ ട്രയൽ ബാലൻസിൽ ഉള്ള എല്ലാ ഐറ്റംസും നമ്മൾ മാറ്റി എഴുതി കഴിഞ്ഞു. ഇനി അഡ്ജസ്റ്റ്മെൻറ്റിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഡിപ്രീസിയേറ്റ് ബിൽഡിംഗ് ബൈ 10%. ബിൽഡിങ്ങിൻ്റെ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം. ഇറ്റ് ഈസ് ആൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ബിൽഡിങ്ങിൻ്റെ എമൗണ്ട് വരുന്നത് 30,000 ആണ്. ട്രയൽ ബാലൻസിൻ്റെ ഏറ്റവും താഴെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്.
30,000-ൻ്റെ 10%. 3,000 രൂപയാണ് ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ വരുന്നത്. 30,000 ഇൻറ്റു 10/100. അപ്പോൾ ഡിപ്രീസിയേഷൻ എമൗണ്ട് ഡെബിറ്റ് ചെയ്യണം 3,000. എല്ലാ ഐറ്റങ്ങളും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. ആദ്യം ടോട്ടൽ ചെയ്യണം. ക്രെഡിറ്റ് സൈഡിലാണ് വലിയ ടോട്ടൽ വരുന്നത്. അത് ടോട്ടൽ ചെയ്യുമ്പോൾ 18,740. അത് ഡെബിറ്റ് സൈഡിൽ എഴുതി. ദെൻ ഈ ടോട്ടലിൽ നിന്ന് ഡെബിറ്റ് സൈഡിൽ എല്ലാ എക്സ്പെൻസുകളും മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 4,240. 4,240 നെറ്റ് പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ബാലൻസ് ഷീറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റലിനോട് കൂടെ ഈ കിട്ടിയ നെറ്റ് പ്രോഫിറ്റിനെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കേണ്ടത്? ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാം. ബാലൻസ് ഷീറ്റിൽ വരുന്ന ഐറ്റംസ് മാത്രമാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇതിനെ നമ്മൾ ബി എന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം രേഖപ്പെടുത്തുന്നത് ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ എമൗണ്ട് 25,000. അതിനോടുകൂടെ ഈ വർഷം കിട്ടിയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. നെറ്റ് പ്രോഫിറ്റ് ആണ് താഴെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് 4,240. ഇപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് എഴുതി അതിനോടുകൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. ടോട്ടൽ വരുന്നത് 29,240. നെക്സ്റ്റ് ഐറ്റം വരുന്നത് ബിൽഡിംഗ്. ബിൽഡിംഗ് 30,000 ആണ്. അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട് ഡിപ്രീസിയേഷൻ. ടോട്ടൽ എമൗണ്ടിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യണം. ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യണം. അപ്പോൾ ആദ്യം എഴുതേണ്ടത് ബിൽഡിങ്ങിൻ്റെ എമൗണ്ട് എഴുതി ലെസ് ഡിപ്രീസിയേഷൻ 3,000. 10% ആണ്. 27,000 ആണ് നെറ്റ് എമൗണ്ട്. ദെൻ അടുത്ത ഐറ്റം വരുന്നത് ഫർണിച്ചർ. അതിന് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും വരുന്നില്ല. അസറ്റാണ്. അസറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത്. ദെൻ നെക്സ്റ്റ് ഐറ്റം സ്കൂട്ടർ. അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നില്ല. അസറ്റാണ്. അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. ദെൻ ബാങ്ക് ലോൺ. ബാങ്ക് ലോണിന് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ്? 10% ഈ വർഷത്തെ ഇൻട്രസ്റ്റ്. ഈ 500 രൂപയാണ് ഇൻട്രസ്റ്റ് വരുന്നത്. അതിൽ 400 രൂപ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. 100 രൂപ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. നേരത്തെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് ₹100. ഇപ്പോൾ 100 രൂപ ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻട്രസ്റ്റ് ഉണ്ട്. അത് ലോൺ എമൗണ്ടിനോട് കൂടെ കൂട്ടി എഴുതണം. ഇപ്പോൾ ലയബിലിറ്റി സൈഡിൽ ബാങ്ക് ലോൺ ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻട്രസ്റ്റ് ₹100. ടോട്ടൽ വരുന്നത് 5,100. നെക്സ്റ്റ് ഐറ്റം ക്യാഷ് ഇൻ ഹാൻഡ്. അസറ്റാണ്. അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. ദെൻ ഡെറ്റേഴ്സ്. അതിന് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഏതാണ് അഡ്ജസ്റ്റ്മെൻറ്റ്? ഫർദർ ബാഡ് ഡെറ്റ് ₹200. ഇപ്പോൾ ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തി ലെസ് ഫർദർ ബാഡ് ഡെപ്റ്റ് 200. അത് ലെസ് ചെയ്ത് നെറ്റ് എമൗണ്ട് ആണ് എമൗണ്ട് കോളത്തിലേക്ക് രേഖപ്പെടുത്തേണ്ടത്. ഇനി വരുന്നത് ക്രെഡിറ്റേഴ്സ് ആണ്. അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. ലയബിലിറ്റി സൈഡിൽ രേഖപ്പെടുത്തണം. ഇനി ഓരോ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നോക്കാം. ആദ്യം ക്ലോസിംഗ് സ്റ്റോക്ക്. അസറ്റാണ്. അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. ദെൻ കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇറ്റ് ഈസ് എ ലയബിലിറ്റി. ലയബിലിറ്റി ആയതുകൊണ്ട് തന്നെ അത് ലയബിലിറ്റി സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത് ₹300. ദെൻ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ നേരത്തെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് 400 രൂപ ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി. ആ 400 രൂപ ഇവിടെ ലയബിലിറ്റി സൈഡിലും രേഖപ്പെടുത്തണം. റെൻറ്റ് ₹260 സ്റ്റിൽ റിസീവബിൾ. 260 രൂപ റെൻറ്റ് ഈ വർഷത്തെ കിട്ടാനുണ്ട്. ഇറ്റ് ഈസ് ആൻ അസറ്റ്. അക്രൂഡ് റെൻ്റാണ്. അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. എല്ലാ അക്കൗണ്ടുകളും ബാലൻസ് ഷീറ്റിലേക്ക് മാറ്റി എഴുതിയിട്ടുണ്ട്. ഇനി ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യണം. ടോട്ടൽ ചെയ്യുമ്പോൾ 43,040. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കി. ഡയറക്റ്റ് എക്സ്പെൻസുകൾ ഡെബിറ്റ് ചെയ്തു. ഡയറക്റ്റ് ഇൻകം ക്രെഡിറ്റ് ചെയ്തു. ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ബ്രോട്ട് ഡൗൺ ചെയ്തു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും ക്രെഡിറ്റ് സൈഡിൽ ഇൻഡയറക്റ്റ് ഇൻകങ്ങളും രേഖപ്പെടുത്തി. ഇൻഡയറക്റ്റ് ഇൻകായിരുന്നു കൂടുതൽ വന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? നെറ്റ് പ്രോഫിറ്റ് കിട്ടി. ഡെബിറ്റ് സൈഡാണ് കൂടുതൽ വരുന്നതെങ്കിൽ, എക്സ്പെൻസ് സൈഡാണ് കൂടുതൽ വരുന്നതെങ്കിൽ നമുക്ക് നെറ്റ് ലോസും ഗ്രോസ് ലോസും ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതിനുശേഷം നമുക്ക് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കി. ബാലൻസ് ഷീറ്റിൽ നമ്മൾ ക്യാപിറ്റലും ലയബിലിറ്റി സൈഡിൽ രേഖപ്പെടുത്തി. അസറ്റുകളെല്ലാം അസറ്റ് സൈഡിലും രേഖപ്പെടുത്തി. അപ്പോൾ എങ്ങനെയാണ് ഈ ഇലുസ്ട്രേഷൻ വർക്കൗട്ട് ചെയ്യേണ്ടത്? ഇന്ന് ചെയ്ത ഈ ഇലുസ്ട്രേഷനിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഇലുസ്ട്രേഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ.